ഹായ്, ഇന്ന് നമുക്ക് 42 സൈസ് ലൈനിങ് കുർത്തിയുടെ കട്ടിങ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ രണ്ടാക്കി മടക്കിയിട്ട് അതിന് ശേഷം അടിഭാഗം ലെവൽ ചെയ്യുക. അത് വെട്ടിക്കളയുക. ഇതിൻ്റെ ഇറക്കം 43 ഇഞ്ചിൽ അടയാളപ്പെടുത്തുക. ഷോൾഡർ 6 ഇഞ്ച് അടയാളപ്പെടുത്തുക. ആം ഹോളും 6 ഇഞ്ച് അടയാളപ്പെടുത്തുക. പിന്നെ വണ്ണം വരുന്നത് 10.5 ഇഞ്ചിൽ അടയാളപ്പെടുത്തുക. 1.5 ഇഞ്ച് തയ്യൽ തുമ്പും അടയാളപ്പെടുത്തുക. ഷേപ്പിന് വേണ്ടി അവിടെ ഒരു 1.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. എന്നിട്ട് ഷേപ്പ് ചെയ്ത് വരയ്ക്കുക. അതിനുശേഷം ഷേപ്പിൻ്റെ ലെങ്ത്ത് അടയാളപ്പെടുത്താം. സ്ലിറ്റിൻ്റെ ലെങ്ത്തും 20 ഇഞ്ച് അടയാളപ്പെടുത്താം. ഷേപ്പിൻ്റെ അവിടുത്തെ വണ്ണം വരുന്നത് 9 ഇഞ്ച് അടയാളപ്പെടുത്താം. 1.5 ഇഞ്ച് തയ്യൽ തുമ്പും അടയാളപ്പെടുത്താം. സ്ലിറ്റിൻ്റെ അവിടുത്തെ വണ്ണം 20 ഇഞ്ച് അടയാളപ്പെടുത്താം. അപ്പോൾ 10 ഇഞ്ച്, ഇതിൻ്റെ പകുതി 10 ഇഞ്ച് അടയാളപ്പെടുത്താം. അവിടെ 1 ഇഞ്ച് മാത്രം തയ്യൽ തുമ്പ് കൊടുക്കാം. ഇനി മുകളിലെടുത്ത വണ്ണത്തിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടിയിട്ട് 12 ഇഞ്ച് അടയാളപ്പെടുത്താം. ഷേപ്പ് ചെയ്ത് വരയ്ക്കുക. അടിഭാഗം സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുക. നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഒരു വെട്ടിട്ട് കൊടുക്കുക, ഇവിടെ വെട്ടിട്ട് കൊടുക്കുക. ഇനി ഫ്രണ്ട് ആം ഹോള് 1 ഇഞ്ച് കുഴിച്ച് വെട്ടാം. ഇനി സ്ലീവിന് വേണ്ടിയിട്ട് 1 ഇഞ്ച് അടിമടക്കി തയ്ക്കുക അടയാളപ്പെടുത്താം. കൈയിൻ്റെ വണ്ണം വരുന്നത് 12 ഇഞ്ച് 6 ഇഞ്ചിൽ അടയാളപ്പെടുത്താം. 1.5 ഇഞ്ച് തയ്യൽ തുമ്പും അടയാളപ്പെടുത്താം. ഇതിൻ്റെ ഇറക്കം വരുന്നത് 11 ഇഞ്ച്, അതിൽ കൂടെ 11.5 ഇഞ്ച് കൂട്ടി 11.5 ഇഞ്ച് അടയാളപ്പെടുത്താം. ഇതിൻ്റെ വണ്ണം 9 ഇഞ്ച് അടയാളപ്പെടുത്താം. ഇവിടെ ഒരു 4 ഇഞ്ച് അടയാളപ്പെടുത്താം. ഒരു 3 ഇഞ്ച് കൂടുതൽ അടയാളപ്പെടുത്താം പഫ് സ്ലീവ് വയ്ക്കാനായിട്ട്. ഒരു ഷേപ്പ് ചെയ്ത് വരയ്ക്കുക. സാധാരണ കയ്യിറക്കത്തിനേക്കാളും 3 ഇഞ്ച് കൂടുതൽ എടുക്കണം പഫ് വയ്ക്കാനായിട്ട്. ഈ വര യോജിപ്പിക്കുക. ഒരു വെട്ടിയെടുക്കുക. സ്ലീവ് വെട്ടിയെടുക്കാം. ഇതിൻ്റെ ലൈനിങ് വെട്ടിയെടുക്കാം. മെയിൻ ക്ലോത്ത് ലൈനിങ്ങിൻ്റെ മുകളിൽ വെച്ചിട്ട് വെട്ടിയെടുക്കാം. ഇനി നമുക്ക് കഴുത്ത് വയ്ക്കാനായിട്ട് സ്റ്റിഫ് വെച്ചിട്ടാണ് കഴുത്ത് തയ്ക്കണത്. ഇപ്പോൾ ഒരു 3.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഇതിൻ്റെ ലെങ്ത്ത് 6 ഇഞ്ച് അടയാളപ്പെടുത്തുക. എന്നിട്ടൊരു ബോക്സാക്കി മാറ്റുക. ഒരു 4.5 ഇഞ്ച് അവിടെ അടയാളപ്പെടുത്തുക. അവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുക. ഇവിടെ കഴുത്ത് തെന്നിപ്പോവാണ്ട് ഞാൻ കുറച്ച് ഭാഗം അവിടെ നിർത്തിയിട്ട് വേണം വെട്ടിയെടുക്കാനായിട്ട്. ഇനി നമുക്ക് ബാക്ക് ഭാഗം ഇതേപോലെ തന്നെ വെട്ടിയെടുക്കാം. 3.5 ഇഞ്ച് അടയാളപ്പെടുത്തി. ഇത് 5.5 ഇഞ്ചിൽ അടയാളപ്പെടുത്താം. ഒരു ബോക്സാക്കി മാറ്റുക. റൗണ്ട് കഴുത്ത് റൗണ്ടിൽ വരയ്ക്കുക. ഓരഞ്ച് മാർക്ക് ചെയ്യുക.
നമ്മുടെ വെട്ടിക്കളയാം. ഇതാണ് ഇതിൻ്റെ കട്ടിങ് വീഡിയോ. സ്റ്റിച്ചിങ് പാർട്ട് അടുത്ത വീഡിയോയിൽ കാണാം.